ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഗ്യാസൊക്കെ എല്ലാവർക്കും കിട്ടിയോ? ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട. ഇവിടെ ഗ്യാസിന് പൊതുവേ ക്ഷാമം ഇല്ലായിരുന്നു. നമുക്ക് കിട്ടും. ഞാനൊരു കുറ്റി എടുത്ത് വെച്ച്, ഒരു കുറ്റി തീർന്നിട്ട് ഒരു കുറ്റി എടുത്ത് വെച്ച് 10-20 അല്ലെങ്കിൽ 25 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്യുന്ന അടുത്തത്. ആ ബുക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ മെസ്സേജ് വരും, നാളെ കൊണ്ടുവരും അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരും. 48 മണിക്കൂറെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മിക്കവാറും ഇതിൻ്റെ വണ്ടിയുടെ ഹോണാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കുറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നെങ്കിൽ ഞാൻ ആ സെക്കൻഡ് ഞാൻ ബുക്ക് ചെയ്തേനെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം കിട്ടിയേനെ. ഇതെടുത്ത് വെച്ചിട്ട് 10-25 ദിവസം ആവാറ്. എനിക്ക് 1 മാസം 10 ദിവസം കൊണ്ടേ നിൽക്കത്തുള്ളൂ കുറ്റി. കാര്യം എല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ, വിറകുമില്ല, അടുപ്പുമില്ല. എന്തോ ചെയ്യാൻ, ഒരു ക്ഷാമം ഒന്ന് പരിഹരിച്ചെങ്കിൽ, യുദ്ധമൊക്കെ വേഗം തീർന്നെങ്കിൽ, ഇറാനിനെയൊക്കെ പോയി ആക്രമിച്ചാൽ ഇങ്ങനെയൊക്കെ പണി കിട്ടുമെന്ന് അല്ലേ? ഇനി അടുത്ത് വരാൻ പോകുന്ന ക്ഷാമം എന്ന് പറയുന്നത് പെട്രോളായിരിക്കും. അപ്പോൾ ഇതുമല്ല, ഇതിനപ്പുറമായിരിക്കും. പിന്നെ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തിളപ്പിച്ചിട്ടല്ലേ വയ്ക്കുക. മുട്ട പുഴുങ്ങാനിരിക്കുന്നത് എങ്ങനെ ഗ്യാസ് ഇല്ലാതിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇനി എല്ലാം ഉണ്ടാക്കണം. ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അത് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അരിഞ്ഞെല്ലാം റെഡിയാക്കണം. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്ന സവാളയാണ് കേട്ടോ. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരത്തില്ല, കണ്ണിൽ പ്രശ്നം വരത്തില്ല കേട്ടോ, കണ്ണുനീര് വരത്തില്ല. തൊണ്ട വീണ്ടും പ്രശ്നമായോ എനിക്കറിയത്തില്ല കേട്ടോ. തണുത്ത വെള്ളം ഇപ്പം വീണ്ടും കുടിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ഇന്നലെ ജ്യൂസൊന്നും കുടിച്ചില്ല, ഞാൻ ചായ തന്നെയാണ് കുടിച്ചത്. ഇതിനെയൊക്കെ അരിഞ്ഞെടുക്കണം. ഇളയവനെ കൊണ്ട് സ്കൂളിലാക്കണം. ഇച്ചിരി പരിപാടികൾ. മാങ്ങ ഒരെണ്ണം വാടി വീണതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ മധുരം ഉണ്ടെങ്കിലും ഒരു വാടി വീണതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ മാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുകയും അത് മാത്രമല്ല ഇങ്ങനെ കറുത്ത ഡോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? എല്ലായിടവും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഉള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിഞ്ഞാലുണ്ടല്ലോ കണ്ണധികം നീറത്തില്ല. സാധാരണ തക്കാളി ഞാൻ ഇറച്ചിക്കറിക്ക് ഇടുന്നത് ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ. ഇപ്പം ഞാൻ പിന്നെ അരിഞ്ഞം കിട്ടുന്ന എനിക്ക് സമയമില്ല. കാര്യം അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടായിരിക്കും. ഇനി ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. അതുകൊണ്ട് എല്ലാം കൂടെ അരിഞ്ഞ് പിറക്കി എടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും കൂടെ അരിഞ്ഞാൽ മതി. സവാള ഇത് ചെറിയതായതുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തു, ഇറച്ചിയെടുത്ത് വെള്ളത്തിൽ വിട്ടതിന് ശേഷം ഞാൻ ഇളയവനെയും കൊണ്ടാക്കിയിട്ട് വരാമെന്ന് കരുതി കേട്ടോ. എന്നിട്ട് ബാക്കി ചെയ്യാം. എന്നിട്ട് അത് മാത്രമല്ല, ഗൗതത്തിന് പരീക്ഷയും ഉണ്ട് ഉച്ച കഴിഞ്ഞ്. അങ്ങനെ വേഗം അവനെ കൊണ്ടാക്കാൻ പോയേ. ചിക്കൻ കറി വയ്ക്കാം. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനാണെങ്കിൽ ഇച്ചിരി വലിയ ഉരുളിയിലാണ് വയ്ക്കുന്നത്. കാര്യം അതാകുമ്പോൾ എനിക്കാണെങ്കിൽ ഇളക്കുന്ന രീതി ഒരു പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം. എന്താ ചൂടല്ലേ, എനിക്കറിയത്തില്ല. ചൂടുകൊണ്ട് സത്യം പറഞ്ഞാൽ വയ്യ. ഇങ്ങനെയും ചൂടുണ്ടോ? ഇന്നലെയൊക്കെ ഉള്ള വെയിൽ ആലോചിക്കാൻ വയ്യ. ഇപ്പം ജോലി സമയമൊക്കെ ഈ 11 മണി തൊട്ട് 3 മണി വരെ ഒന്നും ജോലിയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. പുറത്തുള്ള ജോലിയാണേ. പക്ഷേ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയില്ലേ, രാവിലെ ആ പൊങ്കാല ഇടുന്നിടത്ത് തന്നെ നിൽക്കാമായിരുന്നു, അത്രയ്ക്ക് വെയിലായിരുന്നു. എന്തായാലും ഞങ്ങൾ ആറ്റുകാൽ കോവിലിൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ അങ്ങനെയുള്ള വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ദൈവം കാത്ത് നല്ല സ്പോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കടുക് ഇട്ടു, എന്നിട്ട് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചു. അരച്ച് വെച്ചില്ല, എനിക്ക് ചതച്ചതാണ് ഇഷ്ടം. പേസ്റ്റിനേക്കാളും എനിക്കിതാണ് ഇഷ്ടം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ടേ. പറഞ്ഞ് എനിക്ക് വയ്യ, എങ്കിലും പറയുക. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് സത്യം. ഞാൻ ഈ ചിക്കൻ വാങ്ങിച്ചപ്പോൾ 143 1 കിലോ. കുറഞ്ഞതേ ഇല്ല കേട്ടോ. ഇടയ്ക്ക് വെച്ചൊന്ന് കുറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടി. സാധാരണ ഈ ചൂട് സമയത്തൊക്കെ ചിക്കന് വില കുറയേണ്ടതാണ്. ഈ ചൂട്, അത് കോഴി എന്ന് പറയുന്നത് ചൂടാണ് ഫുഡ്. പിന്നെ ഈ ചൂട് സമയത്ത് പൊതുവേ വില കുറയേണ്ടത്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തണുപ്പ് സമയത്ത്, ചൂട് സമയത്ത് എല്ലാം ഒരേ വിലയാണ്. ഇത് നല്ല മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് സവാളയും പച്ചമുളകും തക്കാളി താഴെ കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ല വഴട്ടട്ടെ.
മസാല ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അതെല്ലാം ചെയ്യട്ടെ കേട്ടോ. നല്ല രീതിക്ക് ഉള്ളി വയന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം നല്ല രീതിക്ക് വയന്ന് വന്നിട്ടുണ്ട്. ദേ ഈ മസാലക്കൂട്ട് കണ്ടോ, ഈ മസാലയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിനകത്തോട്ട് തട്ടാൻ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് വറുത്തിട്ടാണ്. ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് ചിരിച്ചിട്ടിലിട്ട് വറക്കും. പക്ഷേ ഇത് ഞാൻ വറക്കുന്നില്ല, അല്ലാതെ തട്ടുകയാണ്. എല്ലാം അറിയാമല്ലോ, ഈ മസാല എല്ലാം അങ്ങ് തട്ടുവാണേ. എന്നിട്ട് ഇതെല്ലാം ഇളക്കിയതിന് ശേഷം എന്നിട്ട് ചിക്കൻ ഇടാം. മൂപ്പിച്ച് തട്ടിയാൽ കുറച്ചുകൂടെ കളർ കിട്ടും കേട്ടോ ചിക്കൻ കറിക്കൊക്കെ. ഇത് കൂടുതലും മൂപ്പിച്ച് തട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയേക്കാളും ബീഫ്, മട്ടൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ മുട്ടക്കറിക്ക് ഇങ്ങനെ വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കറുത്ത കളർ കിട്ടും. കറുത്തല്ല, ഒരു ദിവസം എന്തുവാ ആ കളർ തന്നെ. അപ്പോൾ ഇതിനെ ഇളക്കി കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇടാം. ഒരു 5 മിനിറ്റ്, 5 അല്ല 2-3 മിനിറ്റ് ഈ പച്ചച്ചൊവയൊക്കെ മാറുന്ന രീതിയിൽ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. മസാലാസ് എല്ലാം മസാലയെല്ലാം കൂടി ഇട്ട് നല്ല പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പരുവം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇറച്ചി ചേർത്ത് കൊടുക്കാം. നല്ല വയന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ചെറുതാക്കി, ചെറുതെന്ന് വെച്ചാൽ അങ്ങനൊന്നും ഒരുപാട് തീരെ ചെറുതാക്കത്തില്ല കേട്ടോ. ഈ ഒരു പരുവമൊക്കെ ആക്കി എടുക്കും. ഇനി ഇടാം. വെന്ത് വരുമ്പോൾ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളമേ ഇതാവുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല. പിന്നെ മല്ലിയില തീർന്നു പോയി കേട്ടോ. സാമ്പാറൊക്കെ വെച്ച് മല്ലിയില തീർന്നു പോയി. മല്ലിയില ഇല്ല. ഇനി അടുത്ത ഒരു കാര്യം എനിക്കിഷ്ടമല്ല, ഇതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കുന്നത്. അതൊരിച്ചിരി പാടാം. എന്നാൽ പിന്നെ ഇതിവിടെ കിടന്നങ്ങ് വേവും. പിന്നെ എനിക്ക് ബാക്കി കുറച്ച് പണികളുണ്ട് കേട്ടോ. ചോറ് റെഡിയായോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഒന്നും കൂടെ തിളപ്പിച്ച് ഇറക്കി വെക്കണം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് എരിവ് കൂടിയതുപോലെ എനിക്ക് തോന്നി. അത് കുരുമുളകിൻ്റെയാണ്. എന്നിട്ട് നിറച്ച് കരിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടോ. അത് നിർബന്ധമില്ല, എങ്കിലും എനിക്ക് അങ്ങനെ ഒഴിക്കണമെന്ന് തോന്നി, അങ്ങനെ ഒഴിച്ചു. അപ്പോഴുണ്ടല്ലോ റോഡിൽ ഗേറ്റിൻ്റെ അവിടെ വണ്ടി വന്ന് നിന്നു കേട്ടോ. ഗ്യാസ് വന്നു. ഏക ആശ്വാസം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ റീൽസാണ് കാണുന്നത്, ഗ്യാസ് ഇല്ലാത്തതിൻ്റെയും ഗ്യാസ് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ. സത്യം പറഞ്ഞാൽ നല്ല ആശ്വാസമായി കേട്ടോ ഗ്യാസ് വന്നത്. പക്ഷേ ഇനി 28 എത്രയോ ദിവസം കഴിഞ്ഞ് അടുത്തത് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ വന്നു, എടുത്തൊക്കെ വെച്ചു. എന്നതിന് ശേഷം കൊച്ചിനെ വിളിക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ, മോൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനൊരു കാഴ്ച കണ്ടു കേട്ടോ. കണ്ടപ്പോൾ എന്തുവാണ്, പണ്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. 2-3 തരം പായ. എനിക്ക് സാധാ പായ അറിയാം, മറ്റേ എന്താണ് പനയോലയുടെ പായോ എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് നിറയെ പിച്ചാത്തി, വെട്ടുകത്തി, പിന്നെ മൂർച്ച കൂട്ടുന്നത്, കൊടുവാള്, പിന്നെ എന്താണ് നമ്മുടെ ഈ എന്തുവാണ് കൊയ്യാനൊക്കെ പോകുന്ന കത്തി, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് വായി പേര് വരുന്നുണ്ട്, മുറം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ പേര് എനിക്ക് അറിയില്ല, എങ്കിലും നമുക്ക് ഇവരുടെ അടുത്തൊക്കെ വില പേശി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോഡിൽ വെച്ച് വിൽക്കുമ്പോൾ നമ്മളതിനെ കളഞ്ഞിട്ട് പോവരുത് കേട്ടോ. കാര്യം എന്തെങ്കിലും പിന്നെ ചൂലുണ്ട്, മുറമുണ്ട്, പിന്നെ എന്തോ ഒരു പേര് പറയാൻ വന്നു മറന്നുപോയി കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ഈ കോടാലിയില്ലേ, വിറക് കീറുന്ന, അതിൻ്റെ ഓരോ പാർട്സുകളായിട്ടുള്ളതുകൊണ്ട് ഈ സാധനം മീൻ പിടിക്കുന്നതാണ് കേട്ടോ. എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് എനിക്ക് വേഗം ഓർമ്മ വരുന്നില്ല ഇപ്പം പറയാം. അത് മാത്രമല്ല കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഇത് എന്താണ് എന്ന് എനിക്കറിയത്തില്ല, പേരറിയാവുന്നവരത് പറഞ്ഞു തരണം. എന്തൊക്കെയോ പേര് പറഞ്ഞു. അങ്ങനെ ഞാൻ പിച്ചാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ടങ്ങ് വന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തണ്ണിമത്തം നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ. 5 കിലോ 100 രൂപ. അങ്ങനെ ഞാനൊരു തണ്ണിമത്തം വാങ്ങിച്ച് നാടൻ മാങ്ങയ്ക്ക് ഇരിപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല തിങ്കളും വ്യാഴാഴ്ചയുമാണ് കേട്ടോ. ഇത്തിക്കര ആദിച്ചനല്ലൂർ ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ ഈ കച്ചവടം. ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. തിങ്കളും വ്യാഴവുമാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് വിലപേശിയൊക്കെ വാങ്ങിക്കാം ഇവരുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അതെല്ലാം ആയിട്ട് വീട്ടിൽ വന്നു. അതെല്ലാം എന്ന് വെച്ചാൽ മത്തങ്ങയും പിച്ചാത്തി ഞാൻ എവിടെ കണ്ടാലും വിടില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് പിച്ചാത്തിക്കൊക്കെ 30 രൂപയേ ഉള്ളൂ, സാധാ വിലയാണ്. അങ്ങനെ അതിനകത്തൊന്നും ഞാൻ വില പേശില്ല, 30 രൂപ തന്നെ. എങ്കിലും ഓരോ സാധനത്തിൻ്റെയും കാര്യം വില കേട്ടപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ച് വില കുറച്ച് വാങ്ങിക്കാം എന്ന് തോന്നി കേട്ടോ. എന്നിട്ട് ചപ്പാത്തി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ചപ്പാത്തിയും ഉണ്ടാക്കി ചായയും ഇട്ട് കൊടുത്ത് ചിക്കൻ കറി ഉണ്ടല്ലോ വൈകിട്ട് അത് കൊടുക്കാമെന്ന് കരുതി. ഗൗതം വന്നില്ല, ഗൗതത്തിന് എക്സാമാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞിനെല്ലാം എഴുതാൻ പറ്റണേന്ന്. എന്നിട്ട് അവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ഇളയവന് ചായ ഇട്ടു. ഞാനും ചായ നിന്നും കുടിച്ചു. ഞാൻ ഏകദേശം 2 ഗ്ലാസ് ചായ കുടിച്ചു. ചൂടാണ് എങ്കിലും ഞാനങ്ങ് കുടിച്ചു കേട്ടോ. എനിക്കൊരു ആശ്വാസം, ചായ കുടിക്കുമ്പോൾ എനിക്ക് ആശ്വാസം. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, ചൂടാണെങ്കിലും ഞാൻ ചായ കുടിക്കുമെന്ന്.
എന്നിട്ട് എന്താണ് കുറച്ച് കലാപരിപാടികളുണ്ട്. എന്നിട്ട് വേഗം മുറ്റമൊക്കെ അങ്ങ് തൂത്തൊതുക്കി കേട്ടോ. മഴയുടെ കോളുണ്ട് എങ്കിലും പെയ്യുന്നുമില്ല. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും മഴ പെയ്യും. എന്നിട്ടുണ്ടല്ലോ ആ കിഴക്ക് വശത്ത് നിൽക്കുന്ന മാങ്ങ ഞാൻ മനഃപൂർവ്വം അങ്ങ് പിച്ചി എടുത്തതാണ്. കാര്യം എപ്പോഴും വീണ് അവിടെ തറയിൽ കിടക്കുന്നു, വാടി വീഴുന്നതും പഴുത്ത് വീഴുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല പുളിയൻ മാങ്ങയാണ് കേട്ടോ. പക്ഷേ പുളിയൻ മാങ്ങ പഴുപ്പിച്ചാൽ നല്ലതാണ്. അങ്ങനെ കുറച്ചൊക്കെ നിന്നു. എനിക്ക് പിച്ചാൻ പറ്റില്ല. അപ്പുറത്ത് ചിഞ്ചുവിൻ്റെ അമ്മ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാണ്. ഇത്രയും പിച്ചുള്ളൂ. പുളിയൻ മാങ്ങയാണ്, നല്ല പുളി. മീൻകറിക്കൊക്കെ ഒരു കഷ്ണം ഇട്ടാൽ മതി, അത്രയ്ക്ക് പുളിയാണ് കേട്ടോ. എങ്കിലും ഞാൻ പറിച്ചെടുത്തു. എന്നിട്ട് നിറയെ കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായി അവിടെയൊക്കെ തൂത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് കത്തിക്കാൻ. അങ്ങനെ കുറേ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അകത്ത് കിടന്ന കുറച്ച് വേസ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് അങ്ങ് തീയിട്ടു. കാര്യം അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യണം. അങ്ങനെ തീയൊക്കെ ഇട്ടു. എന്നിട്ട് ഇനി അധികം പണികളുണ്ട്. രാത്രിത്തെ ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കണം, പിന്നെ മക്കളെ പഠിപ്പിക്കാനിരുത്തണം. ഇതെല്ലാം ചെയ്തിട്ട് കുളിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം അങ്ങനല്ലേ കാര്യം. ഇതെല്ലാം ചെയ്തിട്ട് കുളിച്ച് എങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരാശ്വാസം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.